മനുഷ്യ സമൂഹത്തിൽ ശാന്തിയും സമാധാനവും സ്വസ്ഥതയും സൗഹാർദ്ദതയും നീതിയും മര്യാദയും ഒക്കെ നിലനിൽക്കാൻ അത്യന്താപേക്ഷിതമായ ഏറെ പ്രാധാന്യമർഹിക്കുന്ന രണ്ട് കാര്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് ഞാൻ ഓതിവെച്ച സൂറത്തുൻ നിസായിലെ 58-ാമത്തെ വചനം. ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു, യഅ്മുറുക്കും, നിങ്ങളോട് കൽപ്പിക്കുന്നു, അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹ, വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ട അമാനത്ത് എന്തെന്നാണോ അത് അതിന്റെ അവകാശികൾക്ക് കൊടുത്തു വീട്ടാൻ അല്ലാഹു കൽപ്പിക്കുന്നു. വഇദാ ഹക്കംതും ബൈനന്നാസ്, ജനങ്ങൾക്കിടയിൽ നീ തീർപ്പ് കൽപ്പിക്കുകയാണെങ്കിൽ, വിധി കൽപ്പിക്കുകയാണ് എങ്കിൽ, അൻ തഹ്കുമു ബിൽ അദ്ൽ, നീതിയിൽ അധിഷ്ഠിതമായിരിക്കണം ആ വിധി, ആ തീർപ്പ് കൽപ്പിക്കൽ എന്നും അല്ലാഹു കൽപ്പിക്കുന്നു. ഇന്നല്ലാഹ നിഅമ്മാ യഅദുകും ബിഹി, എത്രയോ നല്ല ഉപദേശമാണ് തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകുന്നത്. ഇന്നല്ലാഹ കാന സമീഅൻ ബസീറ, തീർച്ചയായും അല്ലാഹു എല്ലാം കേൾക്കുന്നവനും കാണുന്നവനുമാകുന്നു. ഇതാണ് ഈ വചനത്തിന്റെ സാരം. ആ രണ്ട് കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് അർത്ഥം പറഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി. അതിലൊന്ന്, അമാനത്തുകൾ അതിന്റെ അവകാശികൾക്ക് കൊടുത്തു വീട്ടുക എന്നുള്ളതാണ്. രണ്ട്, ഏതെങ്കിലും ഒരു കാര്യത്തിൽ വിധി കൽപ്പിക്കുകയോ തീർപ്പ് കൽപ്പിക്കുകയോ ചെയ്യുമ്പോൾ അത് നീതിയിൽ അധിഷ്ഠിതമായിരിക്കണം എന്നതാണ്. ഈ രണ്ട് കാര്യങ്ങൾ അല്പം ഗൗരവത്തോടു കൂടി തന്നെ കൽപ്പനാരൂപത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ളത്. അത് ഞാൻ സൂചിപ്പിച്ചതുപോലെ മനുഷ്യ സമൂഹത്തിന്റെ ശാന്തിക്കും സമാധാനത്തിനും സ്വസ്ഥതയ്ക്കും വഴിയൊരുക്കുന്ന കാര്യങ്ങളാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതിൽ രണ്ടിലേക്കും കടക്കുവാൻ സമയമില്ല. ആദ്യം പറഞ്ഞ ഒന്നിനെ കുറിച്ച്, അമാനത്ത്. അമാനത്ത് എന്നതിന്റെ ഭാഷ അർത്ഥം വിശ്വസ്തത എന്നാണ്. ആരെങ്കിലും ഒരാൾ മറ്റൊരാളെ വിശ്വാസപൂർവം ഒരു കാര്യം ഏൽപ്പിക്കുകയും ആ ആൾ അത് ഏറ്റെടുക്കുകയും അത് കൃത്യമായി പാലിക്കുകയും ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും വസ്തുക്കൾക്കും സാങ്കേതികമായ അർത്ഥത്തിൽ അമാനത്ത് എന്ന് പറയാറുണ്ട്. നമ്മൾ മലയാളീകരിച്ച് അനാമത്ത് എന്ന പ്രയോഗം നമ്മൾക്കിടയിൽ ഉണ്ട് താനും. ഈ അമാനത്തുകളെ നമുക്ക് മൂന്നായി ഭാഗിക്കാം. ഒന്ന്, അള്ളാഹുവും മനുഷ്യരും തമ്മിലുള്ള അമാനത്ത്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരിലൂടെയും വേദഗ്രന്ഥങ്ങളിലൂടെയും കാലാകാലം മനുഷ്യന് നൽകിയ സന്ദേശങ്ങൾ എന്താണോ ആ സന്ദേശങ്ങൾ കൃത്യമായി ഉൾക്കൊള്ളുകയും വിശ്വസിക്കേണ്ടത് വിശ്വസിക്കുകയും ചെയ്തുകൊണ്ട് അള്ളാഹുവിനോടുള്ള ബാധ്യത, അമാനത്ത് നിറവേറ്റുക. അതാണ് ഒന്ന്. രണ്ടാമത്തത് മനുഷ്യർ തമ്മിലുള്ളതാണ്. ഒരാളെ മറ്റൊരാളെ വിശ്വാസപൂർവ്വം ഏൽപ്പിച്ച സ്വത്തുക്കളാകാം, വസ്തുക്കളാകാം, സംസാരങ്ങളാകാം, ഏതെങ്കിലും രൂപത്തിലുള്ള രഹസ്യങ്ങളാകാം. അങ്ങനെ എന്തായിരുന്നാലും ശരി, അത് ആ ആണ് എങ്കിൽ ഇടപാടുകളാകാം. അതിലൊക്കെ പാലിക്കേണ്ട ഏറ്റവും ശ്രദ്ധേയമായ ഒരു മര്യാദയായിട്ടാണ് അമാനത്തിനെ രണ്ടാമത് നമുക്ക് കാണാൻ കഴിയുക, തമ്മിലുള്ളത്. മൂന്നാമത്തത് അവനവന്റെ ശരീരങ്ങളോട്, സ്വന്തം ദേഹങ്ങളോട്, ശരീരങ്ങളോട് പാലിക്കേണ്ട കാര്യങ്ങളാണ്. അതായത് അവന്റെ സ്വന്തം ശരീരത്തിന്റെ നന്മയ്ക്കും അതുപോലെ തന്നെ അവന്റെ ശരീരത്തിന്റെ ഗുണത്തിനും വേണ്ടി എന്തൊക്കെയാണോ ചെയ്യാൻ നിർദ്ദേശിച്ചത് അത് അവൻ പാലിക്കണം. ഇങ്ങനെ മൂന്ന് രൂപത്തിലാണ് അമാനത്തുകൾ വിലയിരുത്തപ്പെടുന്നത്. ഇതിൽ ഒന്നും മൂന്നും സാധാരണയായി ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പരമാവധി ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തു പോകുമ്പോൾ, രണ്ടാമത് പറഞ്ഞ മനുഷ്യർ പരസ്പരമുള്ള കാര്യങ്ങളിൽ ചിലപ്പോൾ എല്ലാ നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരിൽ പോലും വീഴ്ചകൾ സംഭവിക്കാറുണ്ട്. അതാണ് ഇത്തിരി ഗൗരവത്തോടു കൂടി ഇതിനെ നാം കാണണമെന്ന് ഞാൻ ഉണർത്തിയത്. ഇപ്പൊ നമ്മള് അതുമായി ബന്ധപ്പെട്ടാണ് ചില കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്.
ചില വസ്തുക്കളാണ് നമ്മൾ വാങ്ങിയത് എങ്കിൽ ആ വസ്തുക്കൾക്ക് ഒരു തരത്തിലുള്ള കേടുപാടുമില്ലാതെ അതേപോലെ തന്നെ തിരിച്ചു കൊടുക്കുക. സ്വർണമാണ് കിട്ടിയതെങ്കിൽ സ്വർണ്ണ നിറമുള്ളത് തിരിച്ചു കൊടുത്താൽ പോരാ, സ്വർണം തന്നെ തിരിച്ചു കൊടുക്കണം. അതെത്ര തൂക്കമുണ്ടായിരുന്നുവോ അത്രയും തൂക്കം തന്നെ ഉണ്ടാവുകയും വേണം. അതുപോലെ വിലപിടിപ്പുള്ള ഏതെങ്കിലും വല്ല ദ്രാവകങ്ങളുമാണ് സൂക്ഷിക്കാൻ ഏൽപ്പിച്ചത് എങ്കിൽ അത് വെള്ളമായി തിരിച്ചു കൊടുക്കാൻ പറ്റൂല. അത് അമാനത്തിൽ കളങ്കമുണ്ടാക്കലാണ്. വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. അതുപോലെ എന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ച് നിശ്ചയിക്കപ്പെട്ടത് ആണ് എങ്കിൽ ആ കാര്യങ്ങൾ നിശ്ചയിച്ച പ്രകാരം തന്നെ നിറവേറ്റപ്പെടേണ്ടതുണ്ട്. രഹസ്യങ്ങളാണ് എങ്കിൽ അതൊരു കാരണവശാലും പുറത്തുവിടാതെ അത് സൂക്ഷിച്ച് അത് കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. ഇടപാടുകളാണ് എങ്കിൽ അതിൽ ചതിയും വഞ്ചനയും ഒന്നും കാണിക്കാതെ അത് കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. അധികാരമോ സ്ഥാനമാനമോ പദവിയോ ഒക്കെയാണ് എങ്കിൽ അത് നൽകിയവരോട് ഒരു കാരണവശാലും വഞ്ചനയും ചതിയും കാണിച്ചുകൂടാ. ഇങ്ങനെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലേക്കും വെളിച്ചം വീശുന്ന ഒരു കാര്യമാണ് ഈ പറയുന്ന അമാനത്ത്. നമ്മൾ നിസ്സാരമായി അനാമത്തല്ലേ എന്ന് പറഞ്ഞ് വിട്ടുകളയുന്നവരാണ് നമ്മൾ പലപ്പോഴും. വിട്ടുകളയാൻ പറ്റിയതല്ല. ഇതിൽ ഏറ്റവും കൂടുതൽ എല്ലാവരും ഇത് ശ്രദ്ധിക്കൽ ബാധ്യതയാണ്. എല്ലാവരും, ഓരോരുത്തരും, ഓരോ മുസ്ലിമും ഏത് തലത്തിലുള്ളവരായിരുന്നാലും ശരി, ഒരു കണക്കിനല്ലെങ്കിൽ മറ്റൊരു കണക്കിൽ നാം പരിശോധിച്ച് നോക്കിയാൽ എല്ലാവരും ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടവരാണ്. ആ ഉത്തരവാദിത്വത്തിൽ വീഴ്ച വരുത്തിക്കൂടാ. ആ വീഴ്ച വരുത്താതിരിക്കലാണ് അമാനത്തിൽ ശ്രദ്ധ പുലർത്തുക എന്നുള്ളത്. അതിൽ വീഴ്ച വരുത്തലാണ് അതിൽ അശ്രദ്ധ കാണിക്കുക എന്നുള്ളത് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുന്ന കാര്യമാണ്. ഇങ്ങനെ എല്ലാവരും ശ്രദ്ധിക്കണമെങ്കിലും കൂടുതൽ ഇതിൽ ബാധ്യത ഉണ്ടാകുന്നത്, ഇത് ബാധിക്കുന്നത് ഭരണകർത്താക്കളെയും അതുപോലെ തന്നെ ന്യായാധിപന്മാരെയും നേതാക്കളെയും പണ്ഡിതന്മാരെയും സ്ഥാപന മേധാവികളെയും ഒക്കെയാണ് എന്നുള്ളത് വിശിഷ്യ എടുത്തു പറയേണ്ടതുണ്ട്. അപ്പൊ അതിന്റെ ഗൗരവം സൂചിപ്പിക്കുന്ന വചനങ്ങൾ വിശുദ്ധ ഖുർആനിൽ ഏറെയാണ്. ഇതിലൊന്ന് വളരെ ശ്രദ്ധേയമാണ്, അതിന്റെ ഗൗരവം ബോധ്യപ്പെടുത്തുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നമ്മളെ പഠിപ്പിച്ചു തരുന്നത് 33-ാം അധ്യായമായ അഹ്സാബിലെ 72-ാം വചനത്തിലൂടെയാണ്. ഇന്നാ അറദിനൽ അമാനത്ത, തീർച്ചയായും ഈ അമാനത്തിനെ നാം പ്രദർശിപ്പിച്ചു, എടുത്തു കാണിച്ചു. അല സമാവാതി വൽ അർളി, ആകാശങ്ങൾക്കും ഭൂമിയുടെയും മുന്നിൽ. ആകാശങ്ങൾക്കും ഭൂമിക്കും ഈ അമാനത്ത് ഏറ്റെടുക്കാൻ പറ്റുമോ എന്നുള്ള നിലയിൽ പ്രദർശിപ്പിച്ചു എന്നാണ് പറയുന്നത്. വൽ ജിബാല, പർവ്വതങ്ങളെയും അള്ളാഹു പറയുന്നു ഫഅബൈന അൻ യഹ്മിൽനഹ, അത് ഏറ്റെടുക്കാൻ ആകാശവും വിസമ്മതിച്ചു, ഭൂമിയും വിസമ്മതിച്ചു, പർവ്വതങ്ങളും വിസമ്മതിച്ചു. അപ്പൊ പിന്നെ അത് മനുഷ്യന്റെ മുമ്പിൽ പ്രദർശിപ്പിച്ചു. ഈ ആകാശവും ഭൂമിയും അതുപോലെ തന്നെ പർവ്വതങ്ങളും എല്ലാം അത് ഏറ്റെടുക്കാൻ ഭയപ്പെട്ടു എന്നാണ്. വഅശ്ഫഖ്ന മിൻഹ എന്നാ ഖുർആൻ പറഞ്ഞത്. എന്നിട്ട് പറഞ്ഞു വഹമലഹൽ ഇൻസാൻ, മനുഷ്യൻ അത് ഏറ്റെടുത്തു. പക്ഷെ ആ ഏറ്റെടുത്ത മനുഷ്യനെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഒരു വചനമുണ്ട്, ഇന്നഹു കാന ലലൂമൻ ജഹൂല. ആ ഏറ്റെടുത്ത മനുഷ്യനാണെങ്കിലോ അങ്ങേയറ്റം കടുത്ത അക്രമിയും കടുത്ത അവിവേകിയുമായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തന്റെ ഇടം കാണിച്ചവനാണ് മനുഷ്യൻ. ആ നിലയിൽ അത് യഥാവിധി നിറവേറ്റിക്കൊണ്ട് പോകേണ്ടവനാണവൻ. അവിടെ അത് നിറവേറ്റുന്നതിൽ വരുന്ന വീഴ്ചയും അതിനോട് കാണിക്കുന്ന അലംഭാവവും നിസ്സംഗതയും അല്ലെങ്കിൽ അതിന് ഗൗരവം കൊടുക്കാതിരിക്കുകയും ഒക്കെ ചെയ്യുന്നവരെ സംബന്ധിച്ചാണ് ലലൂമെന്നും ജഹൂലെന്നും ഒക്കെ അള്ളാഹു പറഞ്ഞത്. അല്ലാതെ ഏറ്റെടുത്ത മനുഷ്യരെ മൊത്തത്തിലല്ല എന്നുകൂടി നാം തിരിച്ചറിയേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനില് അമാനത്ത് എന്ന ഈ പ്രയോഗം, ഈ പദം അമാനാത്ത് എന്ന് ബഹുവചന രൂപത്തിൽ 3 പ്രാവശ്യവും അതുപോലെ തന്നെ അമാനത്ത് എന്ന് ഏകവചനത്തിൽ ഒറ്റ പ്രാവശ്യം, അങ്ങനെ 4 പ്രാവശ്യങ്ങളിലായിട്ടാണ് അമാനത്ത് എന്നുള്ള വാക്ക് ഖുർആനിൽ വന്നിട്ടുള്ളത്. 3 പ്രാവശ്യം ബഹുവചന രൂപത്തിലാണ് പറഞ്ഞത്. അതിലൊന്നാണ് നേരത്തെ നമ്മൾ മനസ്സിലാക്കിയ ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തുഅദ്ദുൽ അമാനാത്തി ഇലാ അഹ്ലിഹാ എന്ന് പറഞ്ഞ ബഹുവചനം. ഏകവചനം ഇപ്പൊ നമ്മൾ ഓതി അർത്ഥം പറഞ്ഞ അഹ്സാബിലെ ആ വചനമാണ് 72-ാമത്തെ വചനം. അവിടെ അൽ അമാനത്ത എന്ന ഏകവചനമാണ് പറഞ്ഞത്. ബാക്കി ഇനിയുള്ള സ്ഥലങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത് സൂറത്തു അൻഫാലിലെ 27-ാമത്തെ വചനം,
സൂറത്ത് മുഅ്മിനൂനിലെ 8-ാമത്തെ വചനം, സൂറത്ത് മആരിജിലെ 22-ാമത്തെ വചനം. ഈ വചനങ്ങളിലൊക്കെ അമാനാത്ത് പിന്നിപ്പോ നമ്മൾ അർത്ഥം പറഞ്ഞ ആദ്യം ഓതി വെച്ച ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തുഅദ്ദുൽ അമാനാത്തി ഇലാ അഹ്ലിഹാ എന്ന ആ വചനം സൂറത്തുൻ നിസായിലെ 58-ാമത്തെ വചനവും. അപ്പൊ ഇവിടൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെടുത്തി പറയുന്നിടത്ത് നമുക്കാണെങ്കിൽ സൂറത്തുൽ മുഅ്മിനൂനില് ഇത് പ്രയോഗിച്ചിരിക്കുന്നത് എവിടെയാണെന്ന് ഗൗരവപൂർവ്വം നാം ചിന്തിക്കണം. നമുക്കിതൊക്കെ വളരെ നിസ്സാരമാണ് എല്ലാ കാര്യവും. നമുക്ക് നമസ്കാരവും നോമ്പും ഒക്കെ ഉള്ളൂ. ബാക്കി ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഒരു പ്രശ്നമില്ല എന്നുള്ള ഒരു മനോഭാവമാണ് പലപ്പോഴും അതിനോടൊക്കെ നമ്മൾ വെച്ചു പുലർത്താറുള്ളത്. അതിന്റെ ദൂഷ്യങ്ങളും വേറെയാണ് എന്ന് തിരിച്ചറിയുക. പക്ഷേ നമ്മുടെ പരലോകത്തിന്റെ ഗതി നിയന്ത്രിക്കുന്നതിൽ വലിയ പങ്കുണ്ട് ഈ ഒരു വാക്കിന് എന്നുള്ളത് ഞാനും നിങ്ങളും മറന്നു പോകരുത്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുഅ്മിനൂനിലെ ജന്നാത്തുൽ ഫിർദൗസ് അനന്തരാവകാശികളായി കിട്ടുന്നത് ആരാണ് എന്ന് ഏതാണ്ട് ഒരു 6ഓളം സ്വഭാവങ്ങൾ അവിടെ എണ്ണി പറയുന്നുണ്ട്. ജന്നാത്തുൽ ഫിർദൗസ് കിട്ടുന്നവർ, കഴിഞ്ഞ ആഴ്ച സ്വർഗത്തെക്കുറിച്ചും ജന്നാത്തുൽ ഫിർദൗസിനെയൊക്കെ കുറിച്ചൊക്കെ പറഞ്ഞത് ഓർക്കുമല്ലോ. ആ ജന്നാത്തുൽ ഫിർദൗസ് കിട്ടുന്ന ആളുകളുടെ 6 സവിശേഷ ഗുണങ്ങൾ അവിടെ എടുത്തു പറയുന്നുണ്ട്. അതിലൊന്ന് വല്ലദീന ഹും ലി അമാനാതിഹിം വഅഹ്ദിഹിം റാഊൻ, അവർ അമാനത്തുകൾ വീട്ടുന്നവരും കരാറുകൾ പാലിക്കുന്നവരുമാകുന്നു. സ്വർഗത്തിന്റെ അവകാശികളുടെ അടയാളം പറഞ്ഞതാണ് സൂറത്തുൽ മുഅ്മിനൂനിലെ 8-ാമത്തെ വചനം. ഇനി സൂറത്തുൽ മആരിജ് 70-ാമത്തെ അധ്യായം 32-ാമത്തെ വചനത്തിൽ പറയുന്നു. അവിടെയും ഇതേപോലെ സ്വർഗത്തോപ്പുകളിൽ ആദരിക്കപ്പെടുന്നവർ ഉലൈക ഫീ ജന്നാത്തിൻ മുക്രമൂൻ എന്ന് പറഞ്ഞിട്ടാണ് അള്ളാഹു അവിടെ പറയുന്നത്. അതിന്റെ തൊട്ടു മുമ്പ് പറയുന്ന സ്വഭാവങ്ങളിൽ നമുക്ക് കാണാം. എടുത്തു പറയുന്നതിൽ ഏതാണ്ട് 8ഓളം സ്വഭാവ ഗുണങ്ങളുണ്ട്. അതിൽ ഒന്ന് വല്ലദീന ഹും ലി അമാനാതിഹിം വഅഹ്ദിഹിം റാഊൻ. നിസ്കാരമുണ്ട്, എല്ലാം ഉണ്ട്, അതിൽ പരാമർശിച്ചിട്ടുണ്ട്. പക്ഷെ ഇതുമുണ്ട്. നമസ്കരിക്കുന്നവർ ഇതും കൂടി ശ്രദ്ധിക്കേണ്ടതില്ലേ സ്വർഗപ്രവേശനത്തിന് എന്നുള്ളത് ചിന്തിച്ചു നോക്കുക. അത്രയേ ഉള്ളൂ. പിന്നെ സൂറത്തുൽ അൻഫാലിൽ അള്ളാഹു പറഞ്ഞത് ഇതിനോട് വഞ്ചന കാണിക്കരുത് എന്നുള്ള ശൈലിയിലാണ് പറഞ്ഞത്. മറ്റേ അതിന്റെ ഗുണഗണങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. സൂറത്തു അൻഫാലിലെ 27-ാമത്തെ വചനം അള്ളാഹു പറയുന്നത് വിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ടാണ്. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ലാ തഖൂനുല്ലാഹ വർ റസൂൽ, അള്ളാഹുവിനോടും റസൂലിനോടും നിങ്ങൾ വഞ്ചന കാണിക്കരുത്. വതഖൂനു അമാനാതിക്കും, നിങ്ങളെ വിശ്വസിച്ചേൽപ്പിച്ച അമാനത്തുകളോടും നിങ്ങൾ വഞ്ചന കാണിക്കരുത്. നോക്കൂ ആ പ്രയോഗം. അള്ളാഹുവിനോട് വഞ്ചന കാണിക്കരുത്, റസൂലിനോട് വഞ്ചന കാണിക്കരുത്, അമാനത്തുകളോടും വഞ്ചന കാണിക്കരുത്. ഗൗരവമുണ്ടോ? ഇല്ലേ? ആലോചിച്ച് നോക്കുക. എന്നിട്ട് വാന്തും തഅലമൂ, നിങ്ങൾക്കറിയാം അമാനത്തുകളോട് വഞ്ചന കാണിക്കുന്നത് ശരിയല്ല എന്ന് നിങ്ങൾക്കറിയാം. അങ്ങനെ അറിഞ്ഞുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഈ പറഞ്ഞവയോടൊന്നും വഞ്ചന കാണിക്കരുത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറയും. ഇതാണ് അമാനത്തുകളെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പ്രയോഗിച്ച 4 ഇടങ്ങൾ. അത് നാം മനസ്സിലാക്കി. ഇനി ഹദീസുകളിലേക്ക് നാം കടന്നു ചെന്നാൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു പിടി ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. ഒന്ന് മാത്രം കപടവിശ്വാസികളുടെ അടയാളങ്ങൾ എണ്ണി പറയുന്ന കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വൈദഅതു മിന ഖാന, വിശ്വസിച്ചാൽ വഞ്ചന കാണിക്കും കപടവിശ്വാസി. എന്നിട്ട് അതിന്റെ അവസാനത്തിലൊരു പ്രയോഗമുണ്ട്. അവൻ നമസ്കരിച്ചാലും അവൻ നോമ്പ് പിടിച്ചാലും മുസ്ലിമാണെന്ന് വാദിച്ചാലും ഈ സ്വഭാവമുണ്ടോ അവൻ മുനാഫിഖാണ് എന്ന് അള്ളാഹുവിന്റെ റസൂല് മുന്നറിയിപ്പ് നൽകുന്നു. നഅൂദു ബില്ലാഹ്. പ്രിയമുള്ളവരെ, ഗൗരവമുണ്ട് എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഏൽപ്പിക്കപ്പെട്ട ഏത് കാര്യമായിരുന്നാലും ശരി, അത് അതിൻ്റെതായ രൂപത്തിൽ അതിനോട് കൂറ് പുലർത്തുകയും അത് നല്ല നിലയിൽ കൊണ്ടുപോവുകയും ചെയ്യുക എന്നുള്ളത് ബാധ്യത തന്നെയാണ്. അതെല്ലാം കൂടി ഉൾക്കൊള്ളുന്ന, ഞാൻ ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ, നമ്മളുടെ വ്യക്തിജീവിതം മുതൽ നാം ഏതൊക്കെ തലങ്ങളിൽ ബന്ധപ്പെടുന്നുവോ ആ തലങ്ങളിലൊക്കെ സൂക്ഷിക്കേണ്ട, ഗൗരവപൂർവ്വം കാണേണ്ട, വളരെ സുപ്രധാനമർഹിക്കുന്ന ഒരു സ്വഭാവമായിട്ടാണ് അമാനത്തുകൾ. ഇനി ഞാൻ ഓതി വെച്ച സൂറത്തുൻ നിസായിലെ 58-ാമത്തെ വചനം അള്ളാഹുവിന്റെ റസൂല് ഓതി പറഞ്ഞ ഓർമ്മിപ്പിച്ച ഒരു സന്ദർഭമുണ്ട് ചരിത്രത്തിൽ. അതും കൂടി ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാം. അതിലേക്ക് നാം എത്തുന്നതിന് മുമ്പ്, ഇപ്പൊ പരിശുദ്ധ ഹജ്ജ് കർമ്മം കഴിഞ്ഞതിന് ശേഷം മീഡിയകളിൽ, വാർത്താ മാധ്യമങ്ങളിൽ, വിശിഷ്യ സോഷ്യൽ മീഡിയകളിലൊക്കെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുകയും അറിയിക്കപ്പെടുകയും ചെയ്ത ഒരു വിഷയമാണ്
കഅബയുടെ താക്കോൽ സൂക്ഷിപ്പുകാരൻ ഒരു ഷൈബി മരണപ്പെട്ട വിവരം വളരെ പ്രാധാന്യത്തോടുകൂടി വാർത്തകളിലും സോഷ്യൽ മീഡിയകളിലും ഒക്കെ നമ്മൾ കണ്ടതാണ്. എന്തെല്ലാം സ്ഥാപനങ്ങൾക്ക് താക്കോൽ സൂക്ഷിക്കുന്ന ആൾക്കാരുണ്ട്, അവരെ കുറിച്ച് ആരെങ്കിലും പറഞ്ഞോ? എത്രയോ കോടാനുകോടി ദിർഹമിന്റെയും ദീനാറിന്റെയും താക്കോൽ സൂക്ഷിക്കുന്ന ആൾക്കാർ സൗദി അറേബ്യയിലില്ലേ? അവരെ കുറിച്ച് പറഞ്ഞോ? ഇല്ല. എന്തേ കഅബയുടെ താക്കോൽ സൂക്ഷിപ്പുകാരനെ കുറിച്ച് മാത്രം വാർത്തകൾ ഇത്ര പ്രാധാന്യപൂർവ്വം എടുത്തു പറയാൻ കാരണം? അതിന് കാരണമുണ്ട്. ആ കാരണവുമായി ഈ വചനത്തിന് ബന്ധമുണ്ട്. അതുകൊണ്ടാണെന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിച്ചത്. അദ്ദേഹത്തിന്റെ കുടുംബ പേരാണ് ഷൈബി എന്നുള്ളത്. കഅബയുടെ താക്കോൽ സൂക്ഷിക്കലും ഹജ്ജിന് വരുന്ന ആൾക്കാർക്ക് വെള്ളം നൽകലും അവർക്ക് ഭക്ഷണം നൽകലും അവർക്ക് വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുക്കലും ഖിദ്മത്ത് ചെയ്തു കൊടുക്കലും ഏറ്റവും പുണ്യകരമായ കാര്യമായി കാണുന്നവരാണ് വിശ്വാസി സമൂഹം, വിശിഷ്യ അറേബ്യൻ നാട്ടിലുള്ളവർ, അറബി നാട്ടിലുള്ളവർ. അത് നമ്മൾ അനുഭവിച്ചറിയുന്നവരാണ്. എന്തൊക്കെ പോരായ്മകൾ ഉണ്ടെന്ന് പറഞ്ഞാലും ശരി, ആ യാഥാർത്ഥ്യത്തിന് നേരെ കണ്ണടയ്ക്കാൻ കഴിയില്ല. ഈ ഒരു സ്വഭാവം, ഹജ്ജിന് വരുന്നവർക്ക് വെള്ളം നൽകുക, അവർക്ക് ഖിദ്മത്ത് ചെയ്യുക, ആ പള്ളി പരിപാലിക്കുക, കഅബ സൂക്ഷിക്കുക, കഅബയുടെ താക്കോൽ സൂക്ഷിക്കുക, അത് പൊടി പോലും പുരളാതെ കാത്തു സംരക്ഷിക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തത് ജാഹിലിയ്യ കാലം മുതലേ ഉള്ളതാണ്, അല്ലാതെ പ്രവാചകന്റെ കാലശേഷം മാത്രമുള്ളതല്ല. പക്ഷേ എന്താണ് അതിന് കാരണം? അതിന് കഅബയുടെ പവിത്രതയാണ്, കഅബയുടെ പ്രാധാന്യമാണ്. ലോകത്തൊരുപാട് ഗേഹങ്ങളുണ്ട്. ആ ഗേഹങ്ങൾക്കൊന്നുമില്ലാത്ത പ്രത്യേകത ഹജ്ജുമായി ബന്ധപ്പെട്ട വിഷയം അവതരിപ്പിച്ചപ്പോൾ ഞാൻ സൂചിപ്പിച്ചതാണ്. അള്ളാഹു ആ ഭവനത്തെ കുറിച്ച് ബൈത്തി എന്നാണ് അഭിമാനപൂർവ്വം പറഞ്ഞത്. കഅബയെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് എന്റെ ഭവനം എന്നാണ്. എന്റെ ഭവനം എന്ന് അള്ളാഹു പറഞ്ഞ ആ ഭവനത്തിന് അതിൻ്റെതായ ശ്രേഷ്ഠതയുണ്ട്. അതിന്റെ താക്കോൽ സൂക്ഷിപ്പുകാരന് പവിത്രതയുണ്ട്, സ്ഥാനമുണ്ട്, പദവിയുണ്ട്. അവിടെ എത്തുന്നവർക്ക് നിർഭയത്വമുണ്ട്. ഇതൊക്കെ നാം മനസ്സിലാക്കിയിട്ടുള്ള ആൾക്കാരാണ്. ആ നിലയിൽ താക്കോൽ സൂക്ഷിപ്പുകാരനെ സംബന്ധിച്ചും അങ്ങനെ തന്നെയാണ്. 1400 വർഷം മുമ്പ് അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏൽപ്പിച്ച ആ കുടുംബത്തിലെ ഒരംഗം തന്നെയായിരുന്നു ആ മരണപ്പെട്ട ഷൈബിയും. അതിനുശേഷം അദ്ദേഹത്തിന്റെ അനന്തരമായി ഉത്തരവാദിത്വം വീണ്ടും ആ താക്കോല് കൈകളിൽ വാങ്ങിയ മറ്റൊരു ഷൈബിയും. ആ പ്രവാചകൻ കൊടുത്ത ആരുടെ കയ്യിലാണോ ആ താക്കോല് നൽകിയത് അവരുടെ പരമ്പര തന്നെയാണ്. വർഷം എത്ര പിന്നിട്ട് എന്ന് ആലോചിച്ചു നോക്കും. ഇത് കഴിയണമെങ്കിൽ, ഇതിന് നടക്കണമെങ്കിൽ ഈ ആദർശവും ഈ വിശ്വാസവും ഈ അമാനത്തും ഈ അഹ്ദും അതുപോലുള്ള കാര്യങ്ങളും ഒക്കെ എന്താണെന്ന് മനസ്സിലാക്കുന്നവർക്കല്ലാതെ കഴിയില്ല. അതാണ് അതിന്റെ ഒരു സവിശേഷത. 14 പിന്നിട്ടു. റസൂൽ ഏൽപ്പിച്ച ആ കുടുംബത്തിന്റെ പിൻതലമുറ തന്നെയാണ് ഇന്നും അത് വഹിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആലോചിച്ചു നോക്കി, ഏതാണ്ട് 77ാമത്തെ തലമുറയിൽപ്പെട്ട ആളാണ് മരണപ്പെട്ടത്. 78ാമത്തെ തലമുറയിൽപ്പെട്ട ആളാണ് ഇപ്പൊ ഏറ്റെടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ അതിന്റെ കണക്ക് എങ്ങനെയാണോ അങ്ങനെ ഞാൻ മനസ്സിലാക്കുന്നത് എങ്ങനെ, അതുകൊണ്ടാണ് പറഞ്ഞത്. ചരിത്രത്തിലേക്ക് വരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് ഹിജ്റ പോകുന്നതിന് മുമ്പ് മക്കയിൽ ഏറ്റവും കൂടുതൽ ശത്രുതയും ഉപദ്രവവും പ്രയാസവും ഒക്കെ അനുഭവിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ന് ഇതിന്റെ താക്കോൽ സൂക്ഷിച്ചിരുന്ന ഉസ്മാൻ ഇബ്നു തൽഹ, പേരോർമ്മ വേണം, ഉസ്മാൻ ഇബ്നു തൽഹ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തോട് സമീപിച്ചു പറഞ്ഞു, ആ കഅബ ഒന്ന് തുറന്നുതാ, എനിക്ക് അതിന്റെ ഉള്ളൊന്ന് കാണണം. ഉസ്മാൻ ഇബ്നു തൽഹ എന്ന് വിശ്വാസിയല്ല, ധിക്കാരത്തോടെ മറുപടി പറഞ്ഞു. കൊടുത്തില്ല താക്കോല്. ജാഹിലിയ്യ കാലഘട്ടത്തിൽ എല്ലാ വ്യാഴാഴ്ചയും എല്ലാ തിങ്കളാഴ്ചയും കഅബ തുറന്നു കൊടുക്കാറുണ്ട്, കാണിക്കാറുണ്ട്. പ്രവാചകൻ ആവശ്യപ്പെട്ടപ്പോൾ ഉസ്മാൻ ഇബ്നു തൽഹ നിരസിച്ചു, കൊടുത്തില്ല താക്കോല്. ആ സന്ദർഭത്തിൽ മഹാനായ പ്രവാചകൻ ഉസ്മാനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, യാ ഉസ്മാൻ ലഅല്ലക സതറാ ഹാദൽ മിഫ്താഹ ബിയദിയ അളഉഹു ഹൈതു ശിഅ്തു. വല്ലാത്ത ഒരു പ്രയോഗമാണ്, ഓർമ്മ വേണം. അതിന്റെ ആശയം ഇങ്ങനെയാണ്, ഏ ഉസ്മാൻ ലഅല്ലക സതറാ ഹാദൽ മിസ്ബാഹ ബിയദിയ, നീ തരില്ല എന്ന് പറഞ്ഞ താക്കോലില്ലേ, ഈ താക്കോൽ എന്റെ കയ്യിലിരിക്കുന്ന ഒരു സമയം നീ കാണും. സതറാ ഹാദൽ മിഫ്താഹ ബിയദിയ, എന്റെ കയ്യിൽ ഈ താക്കോല് നീ കാണും. അളഉഹു ഹൈതു ശിഅ്തു, അന്ന് ആർക്ക് കൊടുക്കണം,
ആരെയാണ് ഏൽപ്പിക്കേണ്ടത് എന്ന് അന്ന് ഞാൻ തീരുമാനിക്കും എന്ന് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു വെച്ചു. റസൂല് ഹിജ്റ പോയി. പിന്നെ തിരിച്ചു വരുന്നത് ഒരുപാട് സംഭവങ്ങളുണ്ട്, അതിലേക്കൊന്നും പോകുന്നില്ല. മക്ക വിജയ ദിവസം പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചു വരുന്നു വിജയശ്രീലാളിതനായി. എതിർക്കാനും തടുക്കാനും ഒരാൾ പോലുമില്ല. ആരെങ്കിലും അവനവന്റെ വീട്ടിൽ കയറിയിരിക്കുന്നുവെങ്കിൽ അവൻ നിർഭയനാണ്. കഅബയിൽ കയറിയിരിക്കുന്നവൻ നിർഭയനാണ്. അബൂ സുഫിയാന്റെ വീട്ടിൽ കയറിയിരിക്കുന്നവൻ നിർഭയനാണ് എന്ന വിളംബരം ചെയ്തുകൊണ്ടാണ് വരുന്നത്. ഒരാളും പുറത്തേക്ക് വരുന്നില്ല. അങ്ങനെ കഅബയുടെ അടുക്കലെത്തി. ഒരിറ്റ് രക്തം പോലും ചിന്താതെ നടത്തിയ ഒരു വലിയ വിപ്ലവം, ഒരു വലിയ മാറ്റം, അതായിരുന്നു മക്ക വിജയം. ഒരിറ്റ് രക്തം ചിന്തിയില്ല. അങ്ങനെ വിജയശ്രീലാളിതനായി വിനയാന്വിതനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഅബയിലേക്ക് കടന്നു വന്നു അനുയായികളോടൊപ്പം. കഅബയിലേക്ക് കടന്നു വന്നിട്ട് ഉസ്മാൻ ഇബ്നു മദ്ഊനോട് താക്കോൽ തുറക്ക് കഅബ, എതിർക്കാൻ നിർവാഹമില്ല. അന്ന് എതിർത്ത് റസൂൽ ഒരു വാക്ക് പറഞ്ഞത് അത് പുലരുന്നു. ഇവിടെ ആ താക്കോല് കൊടുത്തു. ചോദിച്ചപ്പോൾ തന്നെ എടുത്തു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഅബ തുറന്നു. അകത്ത് കയറി 2 റക്അത്ത് നമസ്കരിച്ചു. അതിന്റെ ഉള്ളിൽ ഇബ്രാഹിം നബിയുടെയും ഇസ്മായിൽ നബിയുടെയും അടക്കമുള്ള വിഗ്രഹങ്ങൾ അകത്തും പുറത്തുമായി 360ഓളം ഉണ്ടായിരുന്നു. അതൊക്കെ കയ്യിലുള്ള വടി കൊണ്ട് കുത്തി താഴേക്കിട്ട് അതിനെയൊക്കെ ഒഴിവാക്കി കഅബ ശുദ്ധീകരിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ റസൂലിന്റെ കയ്യിൽ ആ താക്കോലുണ്ടല്ലോ. ആ താക്കോല് ഞാൻ അന്ന് ആർക്ക് കൊടുക്കുമെന്ന് അന്നറിയാമെന്ന് പറഞ്ഞല്ലോ അള്ളാഹുവിന്റെ റസൂല്. ഇത് മനസ്സിൽ ഓർമ്മയുള്ള അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള, അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള കഅബയുടെ സിഖായത്തുൽ ഹാജും ഇബാറത്തുൽ മസ്ജിദുൽ ഹറാമും ഒക്കെ കയ്യിൽ സൂക്ഷിച്ചിരിക്കുന്ന അവർ അള്ളാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, റസൂലേ, ആ താക്കോലും കൂടി തന്നാൽ കഅബയുടെ പൂർണ്ണമായ ഉത്തരവാദിത്വം നമ്മളുടെ ഗോത്രത്തിനായിരിക്കുമല്ലോ. കൊടുക്കുമെന്ന് അവർ വിചാരിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്നും മറുപടി പറഞ്ഞില്ല. റസൂൽ ചോദിച്ചു, ഐന ഉസ്മാൻ ഇബ്നു തൽഹ, എവിടെയാണ് ഉസ്മാൻ ഇബ്നു തൽഹ? ഉസ്മാൻ ഇബ്നു തൽഹയെ കൊണ്ടുവരാൻ പറഞ്ഞു. ഉസ്മാൻ ഇബ്നു തൽഹ വന്നപ്പോൾ ആ താക്കോല് കയ്യിലേക്ക് കൊടുത്തു പറഞ്ഞു, ഹാക മിഫ്താഹു, ഇതാ നിന്റെ താക്കോൽ, ഇതാ നിന്റെ താക്കോൽ. ഇന്ന് കരാറ് പാലനത്തിന്റെയും നന്മയുടെയും ബിറിന്റെയും വഫായിന്റെയും ദിവസമാണ് എന്ന് പറഞ്ഞ ആ താക്കോല് കയ്യിലേക്ക് കൊടുത്തിട്ട് ഒരു വാചകം പറഞ്ഞു, ഖുദൂഹാ ഖാലിദതൻ താലിദതൻ ലാ യൻസിഉഹാ മിൻക ഇല്ലാ ളാലിമുൻ. പിടിച്ചോ ഈ താക്കോല്, കാലാകാലം തലമുറകളായി എന്നെന്നും ശാശ്വതമായി സ്വീകരിച്ചോ, പിടിച്ചോ. ഇത് നിന്നിൽ നിന്ന് ഇത് തട്ടിമാറ്റുന്നത് അക്രമികൾ മാത്രമായിരിക്കും. ഒരു ലാലിമ് മാത്രമേ നിന്റെ കയ്യിൽ നിന്ന് തട്ടിയെടുക്കുകയുള്ളൂ, അല്ലാതെ ആരും ഇത് അവകാശപ്പെട്ടു വരില്ല, പിടിച്ചോ എന്ന് പറഞ്ഞ കയ്യിലേക്ക് കൊടുത്ത് അന്ന് വരെ മുസ്ലിമാകാത്ത ഉസ്മാൻ ഇബ്നു തൽഹ റസൂലിന്റെ ഈ വാക്കുപാലനത്തിന്റെ, അമാനത്തിന്റെ, വിശ്വസ്തതയുടെ അങ്ങേയറ്റം കണ്ടുകൊണ്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് മുസ്ലിമായി. ഇതാണ് പ്രവാചകന്റെ മാതൃക. എന്നിട്ട് താക്കോലിന് വേണ്ടി ദാഹിച്ചു നിൽക്കുന്ന, കൈ നീട്ടി നിൽക്കുന്ന അലി ഇബ്നു അബീ താലിബിനോടും അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് ഉൾപ്പെടെയുള്ള തന്റെ അനുചരന്മാരോട് അള്ളാഹുവിന്റെ റസൂൽ ഓതി കേൾപ്പിച്ച വചനമാണ്. പ്രിയമുള്ളവരെ, ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ വഇദാ ഹകംതും ബൈനന്നാസി അൻ തഹ്കുമൂ ബിൽ അദ്ൽ ഇന്നല്ലാഹ നിഅമ്മാ യഅ്മുക്കും ബിഹി ഇന്നല്ലാഹ കാനല്ലാഹു സമീഅൻ ബസീറാ എന്ന്, ഇന്നല്ലാഹ കാന സമീഅൻ ബസീറാ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ഓതി കേൾപ്പിച്ചു. അവർക്ക് പിന്നെ അർത്ഥമൊന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ, അവർക്ക് മനസ്സിലായി. അതാണ് ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലം മുതൽക്ക് തന്നെ ഈ ഒരു പരിചരണവും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചരിത്രത്തിൽ നമുക്ക് കാണാം.
ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലശേഷം കുറച്ചു കാലം ജുർഹും ഗോത്രത്തിലേക്ക് ഈ താക്കോല് പോയി എന്നാണ്. അതിനുശേഷം തിരിച്ച് വീണ്ടും ഖുറൈശി ഗോത്രത്തിലേക്ക് വന്നു. തുസയ്യിബ്നു കിലാബ് എന്ന് പറയുന്ന ആളിന്റെ കയ്യിലേക്ക് ആ താക്കോല് മടങ്ങിയെത്തി. അങ്ങനെയാണ് ആ മക്ക വിജയ ദിവസം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉസ്മാൻ ഇബ്നു തൽഹത്തിന്റെ കയ്യിൽ നിന്നത് വാങ്ങുന്നതും, എന്നിട്ട് റസൂല് അത് തന്നെ ആളുടെ കയ്യിൽ നിന്ന് വാങ്ങിയോ കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉണ്ടാകുമല്ലോ മുമ്പ് പറഞ്ഞ ഓർമ്മ, ഇത് ആർക്ക് കൊടുക്കണമെന്ന് ഞാൻ അന്ന് തീരുമാനിക്കും, ഈ താക്കോൽ എന്റെ കയ്യിൽ വരുന്ന ഒരു കാലമുണ്ടാകും എന്ന് പറഞ്ഞപ്പോൾ അന്ന് ഖുറൈശികളുടെ നിന്ദ്യതയുടെ ദിവസമാണെന്നാണ് ഉസ്മാൻ ഇബ്നു തൽഹ അപ്പം മറുപടി പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഈ താക്കോല് ഞങ്ങളുടെ കയ്യിൽ നിന്ന് നിന്റെയും നിന്റെ ഒപ്പമുള്ള ആൾക്കാരുടെയും കയ്യിലേക്ക് വരുന്നത് ഹലക്കത്ത് ഖുറൈശ്, അന്ന് ഖുറൈശികളുടെ നാശമാണ്, വദല്ല ഖുറൈശികളുടെ നീചത്വത്തിന്റെയും നിന്ദ്യതയുടെയും ദിവസമാണ് എന്ന് പറഞ്ഞപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞെന്താണെന്നറിയോ? അല്ല, അന്ന് ഖുറൈശികൾ ഇസ്സത്തുള്ളവരായിരിക്കും എന്നായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞത്. അതൊക്കെ ഓർമ്മയുണ്ടല്ലോ. അതായിരിക്കാം പ്രവാചകൻ വളരെ കൃത്യമായി ആ അമാനത്ത് തന്റെ കയ്യിലേക്ക് തന്ന ആ താക്കോല് മറ്റു ഉത്തരവാദപ്പെട്ട തന്റെ ഏറ്റവും അടുത്ത അനുയായികൾ, തന്റെ മരുമകൻ ഉൾപ്പെടെ ചോദിച്ച സന്ദർഭത്തിൽ, അബ്ദുൽ മുത്തലിബിന്റെ മകൻ അബ്ബാസ് ഉൾപ്പെടെ ചോദിച്ച സന്ദർഭത്തിൽ ഒരു മറുപടിയും പറയാതെ ഈ വചനം ഓതി കേൾപ്പിച്ചുകൊണ്ട് അവരുടെ മുമ്പിൽ വെച്ച് അത് ഏൽപ്പിച്ചു. അങ്ങനെ ഹിജ്റ 42-ൽ ഉസ്മാൻ ഇബ്നു തൽഹ മരണപ്പെടുന്നു. ഉസ്മാൻ ഇബ്നു തൽഹ മരണപ്പെട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ പിതൃവ്യപുത്രനായ ഷൈബത്ത് ബിനു ഉസ്മാൻ, ആ പേരതാണ് ഇങ്ങനെ നിലനിൽക്കുന്നത്, ഷൈബത്ത് ബിനു ഉസ്മാൻ എന്ന് പറയുന്ന ആള് പിന്നീട് ആ താക്കോല് സൂക്ഷിച്ചു. അതാണ് തുടർന്ന് ഇങ്ങനെ വന്ന് ഷൈബി കുടുംബം ഇപ്പോഴും അത് സൂക്ഷിക്കുകയും അത് കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നത്. എന്തേ സൗദി ഗവൺമെന്റിന് ഇതില്ലേ, ശക്തിയില്ലേ അങ്ങോട്ട് പിടിച്ചു വാങ്ങാൻ? അവിടുത്തെ ഭരണകൂടത്തിന്, ആഭ്യന്തര വകുപ്പിനും മക്കയുടെയും മദീനയുടെയും കസ്റ്റോഡിയന്മാർക്കും ഒക്കെ കഴിവില്ല ഇങ്ങോട്ട് താ എന്ന് ചോദിക്കൂല അവര്. എന്ത് ചോദിക്കാതിരിക്കാൻ കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കാണത്. ലാ യൻസിഉഹാ ഇല്ലാ ളാലിമൻ, അക്രമിയെ നിന്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിക്കുള്ളൂ എന്ന് പറഞ്ഞ ആ മുന്നറിയിപ്പ്, ആക്രമിയാകാൻ അവരാരും ആഗ്രഹിക്കുന്നില്ല. അതാണ് ഇതുവരെ അതിങ്ങനെ നിലനിർന്നു പോയത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം മരണപ്പെട്ടപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വലിയ ചരിത്രവും ആ ചരിത്രമൊക്കെ ഓർമ്മിപ്പിച്ചു കൊണ്ടുവന്നത്. ആ ചരിത്രത്തിൽ ഏറ്റവും അഭേദ്യമായി ബന്ധപ്പെടുന്ന വചനമാണ്, പ്രിയമുള്ളവരെ, ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ. എന്നിട്ട് അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് കൽപ്പിച്ച അമാനത്തും അദിലും എല്ലാം നിലനിർത്തിക്കൊണ്ട് ജീവിക്കാൻ നമുക്കേവർക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ അമാനത്ത് എന്ന് പറയുന്നത് നേരത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, എന്തെങ്കിലും അധികാരമോ സ്ഥാനമാനമോ പദവിയോ ലഭിച്ചാൽ അത് എന്തോ ഒന്നാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ജീവിക്കുന്ന നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് അത് എന്നുള്ളത് തന്നെയാണ്. ഞാൻ സൂചിപ്പിച്ചു ആമുഖത്തിൽ, ഖിയാമത്ത് നാളിൽ നമ്മളുടെ പരലോകത്തിന്റെ ഗതിവിഗതി നിയന്ത്രിക്കുന്നതിൽ വലിയ പങ്കുണ്ട് അമാനത്തിന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വചനം, ഒരു മനുഷ്യൻ മറ്റൊരാളിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ട് ആ ഏറ്റെടുത്ത ആൾ മരിക്കുന്ന ദിവസം ആരെയാണോ ഏറ്റെടുക്കപ്പെട്ടത് അവരെ വഞ്ചിച്ചുകൊണ്ട് അയാൾ മരിച്ചു പോയാൽ, ബാക്കി ശ്രദ്ധിക്കണം. ഞാനിപ്പോ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തു. ആ ഉത്തരവാദിത്വം ഏറ്റെടുത്ത ഞാൻ ആരുടെ ഉത്തരവാദിത്വമാണോ ഏറ്റെടുത്തത് അവരെ വഞ്ചിച്ചുകൊണ്ട് ഞാൻ മരണപ്പെടുകയാണ് എങ്കിൽ ഇല്ലാ ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അള്ളാഹു അവന്റെ സ്വർഗം നിഷിദ്ധമാക്കാതിരിക്കില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. നമ്മളൊക്കെ ഈ അധികാരവും സ്ഥാനമാനവും എന്നൊക്കെ പറയുന്നത് എന്തോ വലുതാണ്, അതങ്ങോട്ട് പോയാൽ എല്ലാം പോയി എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നു. ഉണ്ടാകാതിരിക്കലാണ് ഏറ്റവും നല്ലത്. ഇങ്ങനെയുള്ള ഹദീസുകൾ കാണുമ്പോൾ ഓർത്തുപോവുകയാണ്. അത് ഒരു സ്കൂളിലെ ക്ലാസ് ലീഡർ മുതൽ ഇന്ത്യയുടെ പ്രസിഡന്റ് വരെ, ഇന്ത്യ എന്ന് നമ്മൾ നിർത്തി പറഞ്ഞാൽ, അല്ലെങ്കിൽ ലോകത്തെ ഏതൊക്കെ രാഷ്ട്രങ്ങളിൽ രാഷ്ട്രത്തലവന്മാരുണ്ടോ അവരൊക്കെ ഈ പറഞ്ഞ ഈ ഗണത്തിൽപ്പെടുകയാണ്.
ഒരാളും ഒഴിവാകൂല. സ്ഥാപന മേധാവികളോ സംഘടനാ നേതാക്കന്മാരോ ആരും ഒഴിവാകില്ല. എല്ലാവരും ആ ഉത്തരവാദിത്വം നിർവഹിച്ചില്ലെങ്കിൽ മറുപടി പറയാതെ രക്ഷയില്ല. അതിന് കഴിയണം, ആ നിലയിലാകാൻ സാധിക്കും, നാം ശ്രമിക്കേണ്ടതുണ്ട്. തന്നെയുമല്ല, മഹാനായ അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എത്ര ഇഷ്ടമുള്ള ആളായിരുന്നെന്നറിയോ അബൂദറുൽ ഗിഫാരി? ആ അബൂദറുൽ ഗിഫാർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ നബിയോട് ചോദിച്ചു, അലാ തസ്തഅമിലുനി യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലെ, എനിക്ക് എന്തെങ്കിലും ഒരു ഡ്യൂട്ടി, എനിക്ക് എന്തെങ്കിലും ഒരു ജോലി, ഇനി ഏതെങ്കിലും ഒരു നാട്ടിലെ ഒരു ഗവർണർ അല്ലെങ്കിൽ ഒരു ഉദ്യോഗം എന്നെ ഏൽപ്പിച്ചുകൂടെ എന്ന് ചോദിച്ചു. ആ ചോദ്യം കഴിഞ്ഞ ഉടനെ അബൂദർ തന്നെ പറയാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ തോളത്ത് കൈവച്ച് എന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞ മറുപടി, യാ അബൂദർ ഇന്നക ദഈഫ്, അബൂദറെ, നീ ദുർബലനാണ്. അധികാരം ഏറ്റെടുക്കുന്ന ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട ഒരു വാചകമാണത്. എനിക്കിതിന് കഴിയുമോ? എങ്കിൽ ഞാനിത് ഏറ്റെടുക്കാം. കഴിയില്ലേ? വേണ്ട. ഇന്നക ദഈഫ്, നീ ദുർബലനാണ്. കാരണം എന്നിട്ട് വഇന്നഹ അമാന, ഇത് അമാനത്താണ്. ഇന്നഹ അമാന, ഇത് അമാനത്താണ്. വഇന്നഹ യൗമൽ ഖിയാമത്തി ഖിസിയും വനദാമ, ഇത് ഖിയാമത്ത് നാളിൽ നിന്ദ്യതയും നെടും ഖേദവും പ്രദാനം ചെയ്യുന്നതാണ് എന്ന് അബൂദറിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട് പറഞ്ഞു, ഇല്ലാ മൻ അഖദ ബിഹഖ്ഖിഹാ വഅദ്ദ അല്ലദീ അലൈഹി ഫീഹാ, അതിനോട് പാലിക്കേണ്ട ഉത്തരവാദിത്വം പൂർണ്ണമായും പാലിക്കുകയും അർഹിക്കുന്ന വിധം അത് സ്വീകരിക്കുകയും അവകാശങ്ങൾ കൃത്യമായി നിർവഹിക്കുകയും ചെയ്തവരൊഴികെ ബാക്കിയുള്ളവരൊക്കെ ഖേദിക്കേണ്ടി വരും അബൂദർ. അതുകൊണ്ട് നിനക്കിതിന് കഴിയില്ല, അതുകൊണ്ട് നീ ചോദിക്കല്ലേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂദറിനോട് പറഞ്ഞപ്പോൾ അബൂദറിന് പ്രവാചകനോട് ഒരു വിഷമവും തോന്നിയില്ല, ഒരു പ്രയാസവും തോന്നിയില്ല. അത് അംഗീകരിക്കുക ചെയ്തത്, സ്വയം ഉൾക്കൊള്ളുകയാണ് അത് ചെയ്തത്. ഇതൊക്കെയാണ് അധികാരത്തിന്റെയും സ്ഥാനമാനങ്ങളുടെയും പദവികളുടെ ഒക്കെ അവസ്ഥ. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ക്ലാസ് ലീഡർ മുതൽ പറഞ്ഞത് അതാ. നമ്മളുടെയൊക്കെ വന്ന് വോട്ട് വാങ്ങി പോകുന്ന ആളുകൾക്ക് ആ വോട്ട് നൽകുന്ന ആൾക്കാരോട് ബാധ്യതയുണ്ട്. ആരായിരുന്നാലും ശരി, പ്രത്യേകിച്ച് മുസ്ലിം നാമധാരിയാണോ കൂടുതൽ ശ്രദ്ധിക്കണം, അതിന് ഉത്തരം പറയേണ്ടവനാണുള്ള ബോധമുണ്ടാകണം. അങ്ങനെ പല കാര്യങ്ങളും ഉൾക്കൊണ്ടുവരുന്നതാണ് ഈ അമാനത്ത്. അത് വീട്ടാനാണ് അല്ലാഹു കൽപ്പിക്കുന്നത്. അതിന്റെ രണ്ടാമത്തെ വശം നീതിയെ കുറിച്ചാണ്. ഇത് രണ്ടും ബന്ധപ്പെടുന്നു. അതേപോലെ തന്നെ അമാനത്തും അഹ്ദും തമ്മിൽ ബന്ധപ്പെടുന്നു. ഇതൊക്കെ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ എന്താണോ ഈ കാര്യങ്ങൾ അവൻ ഉദ്ദേശിച്ച് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അത് യഥാവിധി ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ അവൻ തൗഫീഖ് നൽകുന്നവരുടെ കൂട്ടത്തിൽ നാം ഏവരെയും അല്ലാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മളൊക്കെ ഏറ്റെടുത്ത ഉത്തരവാദിത്വങ്ങളിൽ വീഴ്ചകൾ വന്നു പോകുന്നുണ്ട് എങ്കിൽ അല്ലാഹു അത് പുറത്തു മാപ്പാക്കി തരികയും ശരിയായ രൂപത്തിൽ അത് നിർവഹിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുകയും ചെയ്യുമാറാകട്ടെ. അറിഞ്ഞോ അറിയാതെയോ നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മളെയും അല്ലാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നമ്മിൽ നിന്ന് രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവരുടെ രോഗങ്ങളെ അല്ലാഹു ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുടെ പ്രയാസങ്ങളെ അല്ലാഹു അകറ്റി കൊടുക്കുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും നന്മകളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും നമ്മുടെ മക്കൾക്കും നമ്മളുടെ പേരക്കിടാങ്ങൾക്കും നാം ജീവിക്കുന്ന പ്രദേശത്തിനുമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. തീഷ്ണമായ പരീക്ഷണങ്ങളിൽ നിന്ന് നാം ഏവരെയും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് നാം ഏവരെയും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങൾക്ക് വിധേയരായി പ്രയാസം അനുഭവിക്കുന്ന ശയ്യാവലംബികളായി കഴിച്ചുകൂട്ടുന്ന നമ്മളോടൊക്കെ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ട പലരുമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഒക്കെ രോഗങ്ങളെയും പ്രയാസങ്ങളെയും അല്ലാഹു അകറ്റിക്കൊടുക്കുമാറാകട്ടെ. വേദനകളെ അല്ലാഹു ലഘൂകരിച്ചു കൊടുക്കുമാറാകട്ടെ. സർവോപരി ഇസ്ലാമിനും മുസ്ലിം ഉമ്മത്തിനും അല്ലാഹു ഇസ്സത്തിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات ويا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين
والمسلمين وأذل الشرك والمشركين اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.